മറ്റൊരു വിവാദം അങ്ങ് പറ്റി വന്നത് ഒരു പെൺകുട്ടി ഈ ചിത്രം വരയ്ക്കുന്നു ശ്രീകൃഷ്ണന്റെ, അതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ എങ്ങനെയാണ് ചെന്ന് ചാടുന്നത്? അതായത് ജസ്ന നമ്മൾ സമീപിച്ചു. ആ സമയത്ത് ജസ്നയുടെ ആവശ്യമെന്ന് പറയുന്നത് മുസ്ലിങ്ങളായിട്ടുള്ള തീവ്ര സംഘടനകൾ കൃഷ്ണന്റെ പടം വരച്ചതിൻ്റെ പേരിൽ അവരെ അറ്റാക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹിന്ദുവിനകത്തുള്ള കുറച്ച് തീവ്ര ആൾക്കാർ ഈ മുസ്ലിമായിട്ടുള്ള വ്യക്തി കൃഷ്ണന്റെ പടം എന്തിനു വരച്ചു എന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യുന്നു. ഈ രണ്ട് ഇതിൻ്റെ ഇടയിലും സമ്മർദ്ദത്തിലായപ്പോൾ അവർ നമ്മളെ സമീപിച്ചു. ആ സമയത്ത് ആ കുട്ടിക്ക് ഒരു സപ്പോർട്ട് കൊടുത്തു. അല്ലാതെ അതിൽ വേറെ കണക്ഷൻസ് ഒന്നുമില്ല. പക്ഷേ ആ വിവാദങ്ങളിലൊന്നും പങ്കില്ല. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നതിൽ തെറ്റുണ്ട് എന്നൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ചിത്രം വരയ്ക്കുന്നത് അവിടെ വെച്ച് യൂട്യൂബിൽ ചിത്രീകരിക്കുന്നതൊക്കെ കോടതി പറയുകയാണല്ലോ, അത് ശരിയല്ല. അമ്പലത്തിന്റെ പരിധികളും അവർ ചിത്രം വരയ്ക്കുന്നതിനെ ചോദ്യം ചെയ്യുന്നതല്ലല്ലോ. കോടതി ചിത്രം വരയ്ക്കുന്നതിനല്ല ചോദ്യം. അമ്പലത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള വരയ്ക്കലോ ആ ക്ഷേത്രത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് അവർ ലംഘിച്ചു. ലംഘിച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ആവശ്യമില്ലാതെ ഒരു സപ്പോർട്ട് എവിടെന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ മിസ്യൂസ് ചെയ്യരുത്. പിന്നെ ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വരില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ലാസ്റ്റ് ഫോൺ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ എന്ത് സംഭവിക്കുമെന്നാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്? കേരളത്തിൽ ജനങ്ങൾ കുറച്ച് നേരത്തിനുള്ളിൽ ജനങ്ങൾ സത്യം തിരിച്ചറിയും. കാരണം നമ്മളുടെ ഇപ്പോഴത്തെ ഈ BJP ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് മതത്തെ രാഷ്ട്രീയമാക്കി കൊണ്ടുപോകണം. മതത്തിനെ മതത്തിൻ്റെതായ രീതിയിൽ വിടണം, രാഷ്ട്രീയത്തെ രാഷ്ട്രീയത്തിൻ്റെതായ രീതിയിൽ വിടണം. ഇപ്പം അയ്യപ്പൻ്റെ കാര്യം പറഞ്ഞു, ഹിന്ദുമതസഭ അങ്ങനെയാണോ ചെയ്യുന്നത്? മതം എന്ന് പറയുന്ന രീതിയിലല്ല. നമുക്ക് ഹിന്ദു മഹാസഭയ്ക്ക് മതമില്ലല്ലോ, നമുക്കൊരു കൾച്ചറാണുള്ളത്. നമ്മളെപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കൾച്ചറാണ്. ഇവരെന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗ് ചെയ്യുന്ന സ്ട്രാറ്റജിയല്ല ഇവർ ചെയ്യുന്നത്. ഹിന്ദു മഹാസഭ രംഗത്ത് വന്നത് എങ്ങനെയാണ്? മുസ്ലിം ലീഗിൻ്റെ വർഗീയതയ്ക്കെതിരെയും ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണത്തിനെതിരെയാണ് ഹിന്ദു മഹാസഭ പുറത്തു വന്നത്. ഹിന്ദു മഹാസഭ ഡെവലപ്പ് ആവുന്നതും അങ്ങനെയാണ്. എന്നാൽ ഇവിടെ എന്ന് പറയുന്നത് പക്ക ഓപ്പർച്യൂണിസ്റ്റുകളാണ്. ഇവരങ്ങനെയാണെങ്കിൽ ഇവർ ധർമ്മബോധമുള്ളവരാണെങ്കിൽ ആദ്യം BJPയുടെ സംസ്ഥാന അതായത് ഹെഡ് ക്വാർട്ടേഴ്സ് ഇരിക്കുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മണ്ണ് ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യണമായിരുന്നു. ഇവർ ചെയ്തോ? ഇവർക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പറയാനുള്ള ആർജവം ഉണ്ടായോ? അപ്പോൾ ഊതുമ്പോൾ അങ്ങോട്ട് ഉറിഞ്ചുമ്പോൾ ഇങ്ങോട്ട്. മാത്രമല്ല ഇപ്പോൾ കുറേ എല്ലാത്തിലേ ഉള്ള വിടക്കുകളല്ല. ഇപ്പോൾ കോൺഗ്രസിനെതിരെ പ്രവർത്തിക്കാനാണ് ഇവർ തീരുമാനമെന്ന് പറഞ്ഞാൽ വന്നത്. കോൺഗ്രസിനെതിരെ പ്രവർത്തിക്കുന്നതിനേക്കാൾ കോൺഗ്രസ് ഒരു 10 മോഷണം നടത്തിയിട്ട് ഇവർ കോൺഗ്രസിനെ തോപ്പിക്കാൻ ചെയ്യുന്നത് 250 മോഷണം നടത്തിക്കൊണ്ടാണ്. അപ്പോൾ അങ്ങിപ്പോൾ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായി മാറിയോ? ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മളെല്ലാം സോഷ്യലിസ്റ്റുകളാണല്ലോ. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണനാണല്ലോ ആദ്യമായിട്ട് സഖാവെ എന്ന് അർജുനനെ വിളിക്കുന്നത്. ഹേ സഖാവെ എന്ന് പറഞ്ഞത് സഹോദര തുല്യനായ സുഹൃത്തെന്നാണ്. പിന്നെ ഓരോ നല്ല സഖാക്കന്മാരോട്. പക്ഷേ അങ്ങക്കെതിരെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു ഘട്ടത്തിൽ വളരെ കർശനമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അവർ ചെയ്തിട്ട് അത് അവരുടെ ഒരു കാലത്ത് നമ്മളെല്ലാവരും എല്ലാ കാലത്തും ഒരുപോലെയാണോ? തിരിച്ചറിവുകളുണ്ടാവും. അവർ അന്നെടുത്ത നിലപാടാണോ ഇന്നെടുത്തത്? ഇന്നിപ്പം നമുക്കെതിരെ നിലപാടെടുക്കാൻ എന്താ ഉള്ളത്? ഇപ്പം അവർ ചെയ്യുന്ന നല്ല കാര്യത്തെ നല്ലതെന്ന് പറയുമ്പോൾ നമ്മളെ കമ്മ്യൂണിസ്റ്റ് എന്നും അവരെ എതിർക്കുമ്പോൾ സംഘീയെന്നും ഒന്നും പറയരുത്. എനിക്ക് എന്നോട് ചില ആളുകൾ പറയുന്നത് ശ്രീ ഭദ്രാനന്ദൻ്റെ ചില സമയത്തുള്ള പ്രയോഗങ്ങൾ വളരെ പരിധി വിട്ടു പോകുന്നു, ഭാഷാ പ്രയോഗം പരിധി വിട്ടു പോകുന്നു. അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒരു സന്യാസിയാണെന്നല്ല പറയുന്നത്. സന്യാസി എല്ലാ അവസ്ഥയിലും ആനന്ദിക്കുന്നതാണ്. ചില ഭാഷകളൊക്കെ അത് ശരിയാണ്, അങ്ങ് പറഞ്ഞത് കറക്റ്റാണ്. ഇപ്പോൾ എൻ്റെ തന്നെ വളരെ വേണ്ടപ്പെട്ട് ഞാൻ ഇങ്ങനെയൊന്നുമല്ല, കുറച്ചുകൂടെ റൂത്ത്ലെസ് ആയിട്ടൊക്കെ സംസാരിക്കുമായിരുന്നു. പിന്നെ ചില പ്രയോഗങ്ങൾ VS അച്യുതാനന്ദൻ, ഇപ്പോൾ അബ്ദുൽ കലാം സാറ് വാണം വിടുന്നവനാണെന്ന് പറഞ്ഞിരുന്നു, VS പറഞ്ഞിരുന്നു. അതിനെന്താ, അത് ഓരോരുത്തരുടെ ഒരു ശൈലിയാണ്. പിന്നെ നമ്മൾ ഈ ചില സ്ഥലങ്ങളിൽ ഈ ശൈലി ഒരു സന്യാസി ജീവിതം നയിക്കുന്നവർക്ക് ചേർന്നതാണോ? ഈ സന്യാസിയും ഇതും തമ്മിൽ എന്താ ബന്ധം? സന്യാസിയുടെ ഞാനൊരു സന്യാസിയും അല്ല. സന്യാസിയുടെ അപ്പുറത്ത് വേറൊരു തലമുണ്ട്. അങ്ങ് ആ ഒരു തലത്തെപ്പറ്റി ചിന്തിക്കും. ഒരു സന്യാസി എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ കാണുന്ന സന്യാസിമാർ 60 കഴിഞ്ഞ് ഗവൺമെൻറ് ജോബ് കഴിഞ്ഞ് റിട്ടയർഡായി പോകുന്നത്, ഭാര്യയെ പിണങ്ങിപ്പോകുന്നവർ, അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും നിരാശനായിട്ട് സന്യാസ ജീവിതം നയിക്കുന്നത്, അതല്ല സന്യാസി. സന്യാസികളുണ്ട്, സിദ്ധന്മാരുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു വാർത്ത, എനിക്ക് അതിൻ്റെ സത്യാവസ്ഥയൊന്നും അറിയില്ല. അങ്ങ് ഇവിടെ കൂടെ താമസിച്ച ഒരാൾ ഒരു ലോഡ്ജിൽ നിന്ന് വീണ് മരിക്കുന്നു. അതെന്തായിരുന്നു ആ സംഭവം? ന്യൂസ് 18 ഞാൻ അതിൻ്റെ ഇത് കൊണ്ട്, അതായത് ആ മോൻ്റെ ഇതെന്ന് വെച്ചാൽ നമ്മളാണ് ഈ കർണാടക കേരള ബേസ് ചെയ്തിട്ടുള്ള ആൻറ്റി ഡ്രഗ് പ്രോഗ്രാം ചെയ്യുന്നത്. ഇവരുടെ കോളേജിൽ കർണാടകയിൽ പഠിക്കാൻ വരുന്ന ഒരുപാട് കുട്ടികൾ ഈ ഡ്രഗ്സിന് ഇതായിട്ട് ഇരയാവുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിരപരാധികളായിട്ടുള്ള കുട്ടികളുടെ മുറിയിൽ ഡ്രഗ്സ് കൊണ്ടുവച്ചിട്ട് അവിടുത്തെ ചില ആൾക്കാർ സാമൂഹ്യ വിരുദ്ധരെ ഇവർ അറ്റാക്ക് ചെയ്ത് വീഡിയോ എടുത്ത് വീട്ടിൽ നിന്ന് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. അപ്പം ഇങ്ങനത്തെയൊക്കെ കേസുകൾ നമ്മളുടെ അടുത്ത് വന്ന കേസുകൾക്ക് ഈ പിള്ളേർക്ക് നീതി മേടിച്ചു കൊടുക്കുന്ന ഒരു മൂവ്മെൻറ്റ് നമ്മളവിടെ ചെയ്യുന്നുണ്ട്.
അതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ കോളേജിലും ഡ്രഗിൻ്റെ ഒരു ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനിങ് നടത്തണമെന്ന് പറഞ്ഞ് ഈ കുട്ടിയും ഈ പയ്യനെ കൊണ്ടുവരുന്നത് ഇവൻ്റെ ഒരു ഫ്രണ്ടാണ്. ആ ഫ്രണ്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനിയനാണ്. അങ്ങനെ ഇവർ വരുന്ന സമയത്ത് ഞാൻ ഇവരെ കണ്ടു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ മൈസൂർ പോകുന്ന സമയത്താണ് ഇവർ എൻ്റെ കൂടെ നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എൻ്റെ കൂടെ വന്നു. വരുന്ന സമയത്ത് ഈ കുട്ടിയും ഇവൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ അപ്പുറത്ത് വേറൊരു ബിൽഡിംഗ് ഞാൻ ഇവർക്ക് എടുത്തു കൊടുത്തിരുന്നു. അവിടെ താമസിച്ചു. അടുത്ത ദിവസം ഇവർ എന്നെ കാണാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ എൻ്റെ കൂടെ ഈ പിള്ളേരുണ്ടായിരുന്നു. അതിൽ ഈ കുഞ്ഞ് വളരെ സ്വീറ്റായിട്ടുള്ള ഒരു നല്ലൊരു മോനാണ്. ഭയങ്കര ഒരു ഇത്രയും എൻ്റെ ജീവിതത്തിൽ ഞാൻ പലവരെയും കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും സോഫ്റ്റായിട്ടുള്ള എന്നെ കൂടെ നിർത്തുമോ സെക്രട്ടറി ആയിട്ട് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ എന്നെപ്പറ്റി പലവരുടെയും വിളിച്ച് പറയും ഞാൻ ആരുടെ കൂടെയാണ് നിൽക്കുന്നതെന്നറിയും. ഇങ്ങനെ എന്തോരം അവനൊരു ഭയങ്കര സന്തോഷം പോലെയായിരുന്നു. പക്ഷേ ഈ കുഞ്ഞിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവൻ രാവിലെ തൊട്ട് ഇവൻ നല്ല മദ്യം ആയിരുന്നു. മദ്യപിച്ചിട്ട് അങ്ങയുടെ ഒരു സാന്നിധ്യത്തിൽ നിൽക്കുന്ന ഒരാൾ ഈ മദ്യം ഇങ്ങനെ കഴിക്കും. എൻ്റെ സാന്നിധ്യം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുന്ന വെള്ളാപ്പള്ളി കള്ള് കച്ചവടം നടത്തുന്നില്ലേ? ശ്രീ ഗുരുദേവൻ്റെ പേര് ഇപ്പം മറ്റേ ബിജു രമേശൻ രാവിലെ തൊട്ട് എല്ലാ ബാറിലും ഗുരുവിൻ്റെ ഫോട്ടോയുടെ അടിയിൽ അത്രയും കൊണ്ട് ഒഴിച്ചു വെക്കുന്നില്ലേ? ഈ പയ്യനും നമ്മുടെ ഈ സമുദായത്തിൽപ്പെട്ട ഒരു പയ്യനാണ്. അവൻ്റെ അച്ഛൻ അവന് ഷാപ്പ് വരെ ഉള്ളതാണ് അവൻ്റെ അച്ഛന്. അപ്പോൾ പിന്നെ അതിൽ നമുക്ക് എൻ്റെ ഉത്തരവാദിത്വം അങ്ങനെയല്ല. എന്നെ കാണാൻ വന്നു എന്നേ ഉള്ളൂ. ഇപ്പം അത് ആക്ച്വലി ഇവൻ നല്ല ഡ്രങ്ക് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവനെ ഞാൻ മുറിയിലേക്ക് പോയി കൊണ്ട് കിടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടു. അതിനുശേഷം ഇവൻ അവിടെ നിന്ന് പോകുന്നില്ല. ഇപ്പം വെളിയിൽ ഇങ്ങനെ പുറത്ത് പോകുന്ന സമയത്തൊക്കെ ഇവൻ ഇങ്ങനെ ഓരോ പെഗ് അടിച്ചു. ഇവൻ്റെ അരയിൽ ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ ടോപ്പ് ചെയ്ത് നടക്കുകയായിരുന്നു. പോലീസ് എല്ലാ റിപ്പോർട്ടും കണ്ടുപിടിച്ചു. അവസാനം ഈ കുഞ്ഞ് നല്ല ബോധം പോയിട്ട് വെളിയിൽ കിടന്ന് ഉറങ്ങിയ സമയത്ത് എൻ്റെ മുറിയിൽ എന്നെ നോക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരുന്ന ആ പയ്യനുണ്ട്. അവൻ ഇവനെ കൊണ്ട് വെളിയിൽ തണുപ്പാണെന്ന് കരുതി മുറിക്കകത്ത് കൊണ്ട് ഇരുത്തിയിട്ട് പോയി. ഞാൻ ആ സമയത്ത് ഉറങ്ങുമായിരുന്നു. ഇവൻ അതിൽ നിന്ന് തുറന്നിട്ട് ചാടിയതാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് അന്വേഷണവും എല്ലാം അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് പോലീസ് ചെയ്തത്. ഈ രാഹുൽ ഈശ്വറുമായുള്ള തർക്കമൊക്കെ കഴിഞ്ഞോ? അതിനൊന്നും ലിസ്റ്റിലേ എടുത്തിട്ടില്ല. അയാളെയൊക്കെ ഇങ്ങനത്തെ അതിനൊക്കെ ആരെ സംസാരിക്കുക? അവൻ്റെയൊക്കെ പേര് പറയാൻ പോലും നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല. കാരണം അത് ഏഷ്യാനെറ്റുമായിട്ട് ഒരു 36,000 രൂപയുടെ സാരി ഇവിടുത്തെ ഒരു തുണിക്കടക്കാരൻ കൊടുത്തു ഒരു അനാഥ പെൺകുട്ടിക്ക് കൊടുക്കാൻ. ഒരു ചുവന്ന സാരി. ആ സാരി കൊണ്ട് അയാളുടെ അമ്മയും ഇവരും കൂടെ മേടിച്ചിട്ട് 5,000 രൂപയുടെ ഉടുത്ത് പഴകിയ ഒരു പച്ച സാരി കൊണ്ട് ആ അനാഥ പെൺകുട്ടിക്ക് ഡ്രൈ ക്ലീൻ ചെയ്ത് കൊണ്ട് കൊടുത്തു. എന്നിട്ട് ഇവൻ ധർമ്മത്തെ പറ്റി പറഞ്ഞു. ചിക്കൻ ഷവാമയും പെപ്പർ ബീഫും നെകുഞ്ചത്ത് നിന്നും സംസം ഹോട്ടലിൽ നിന്നും കഴിച്ചിട്ട് ശബരിമലയിൽ കുളിയും ദേവാരവും ഇല്ലാതെ ഭാര്യയായിട്ട് മൈഥുനവും നടത്തിയിട്ട് പോയ കാര്യം ഞാൻ പറഞ്ഞു. അന്ന് അവൻ ഇച്ചിരി അത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇറിറ്റേഷനായി. അങ്ങനെ അവൻ അവിടെ കിടന്ന് ചാടി. അന്ന് ഏഷ്യാനെറ്റിലെ മറ്റേ നമ്മുടെ ഹാരിഷ് കരുണാകരനും ബാക്കിയുള്ളവരെല്ലാവരും കൂടെ കയറി പിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവൻ്റെ നെഞ്ചാമുടി നമ്മൾ ഇടിച്ചു പൊട്ടിച്ചാണ്. അന്ന് ഇന്നും അങ്ങനെയൊക്കെ ഒരു പ്രയോഗം നടത്താമോ? അങ്ങനൊരു ഹർഷഭാരത സംസ്കാരമൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന സന്യാസി അങ്ങനത്തിലൊന്നുമില്ല. നമ്മൾ അടി കൊടുക്കേണ്ടത് അത് ഗുരുവിനെ ശുശ്രൂഷ കൊണ്ടും ജനത്തെ ദാനം കൊണ്ടും സത്യത്തെ നീതി കൊണ്ടും ശത്രുവിനെ ആയുധം കൊണ്ടും തന്നെ ജയിക്കുള്ളൂ. അല്ലാതെ ഇവിടെ സമാധാനം കൊണ്ട് കാര്യങ്ങൾ നടക്കില്ല. സമാധാനത്തിന് സമാധാനത്തിന്റെ രീതിയുണ്ട്. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ അടുത്ത് നമ്മൾ ഇതാവണം. ഒരു പ്രായമായ ആളുടെ അടുത്ത് മുതിർന്നവരുടെ അടുത്ത് മാന്യരായിട്ടുള്ളവരുടെ അടുത്ത് അങ്ങേറ്റം മാന്യത കാണിക്കണം. മാന്യത ഇല്ലാത്തവന്മാരോടെ പിന്നെ മാന്യത കാണിച്ചിട്ട് എന്ത് ചെയ്യാനാ?